അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റും തക്കാളിയും വെച്ചിട്ടുള്ള ഒരു കറിയാണ്. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളിലേക്കും ഒക്കെ കൊണ്ടുവന്ന സമയത്ത് എല്ലാവരും ചോദിക്കും ഇതെന്താ കറി, ഇത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ. കഴിച്ചവർക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലും എല്ലാവർക്കും ഈ കറി ഇഷ്ടമാണ്. അത് ക്യാരറ്റും തക്കാളിയും വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റാണ് നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാരറ്റ് ഇതെങ്ങനെ ചെറുതാക്കിയിട്ട് മുറിക്കണം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2 ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2-2.5 ക്യാരറ്റ്. നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് ക്യാരറ്റ് എടുക്കാം. പിന്നെ തക്കാളി, 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാരറ്റും തക്കാളിയും ആദ്യം ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് പിന്നെ ബാക്കി പറയാം. നമ്മൾ ക്യാരറ്റൊക്കെ മുറിച്ച് കഴിഞ്ഞ് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളിയും കൂടെ മുറിച്ചിടുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വിസിലടുപ്പിക്കും. പിന്നെ ക്യാരറ്റും തക്കാളിയൊന്നും ഇത്ര ചെറുതാക്കി മുറിക്കണം എന്നില്ല. കാരണം ഓൾറെഡി ഇത് എന്താ പറയുക കുക്കറിൽ കിടന്ന് വേവാനുള്ളതാണ്. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടയ്ക്കും ചെയ്യും. പിന്നെ ചെറുതാക്കി മുറിച്ചാൽ പെട്ടെന്ന് വേവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 3 വിസിൽ മതിയാവും. ക്യാരറ്റും തക്കാളിയും അല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് നമ്മളൊരു 3 വിസിലടുപ്പിക്കും. നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കും. ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഓൾറെഡി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി അടുപ്പത്തേക്ക് കയറ്റി ഒരു 3 വിസിൽ അടുപ്പിക്കുക. വിസിൽ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി തുറന്നു നോക്കാം. അപ്പോൾ നമ്മളിനി അരപ്പ് തയ്യാറാക്കാനുള്ള തേങ്ങ ചിരകുകയാണ്. ഈ കറിക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ള തേങ്ങ അത് ചിരകുക. ഇതിൻ്റെ കൂടെ ഇനി ജീരകം വേണ്ടവർക്ക് ജീരകം ചേർക്കാം. പിന്നെ പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ചേർക്കാം. ജീരകം എന്തായാലും ചേർക്കണം. പച്ചമുളക് വേണ്ടവർക്ക് അത് ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് തൈരും കൂടെ ചേർത്ത് അരച്ചെടുക്കണം. നമുക്കിനി അരയ്ക്കാനുള്ള പണി നോക്കാം. അപ്പോൾ നമ്മൾ തേങ്ങയും ജീരകം കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് പൊടിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കും. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പച്ചമുളക് കൂടെ ചേർത്തോളൂ. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തതിന് ശേഷം കാണാം. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുത്തു. ഇനി വെള്ളം ചേർക്കുകയാണ്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തൈര് ആഡ് ചെയ്യാണ്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്. നിങ്ങൾക്ക് എത്രയാണോ പുളി ഇഷ്ടം അതിനനുസരിച്ച് തൈര് ചേർക്കാം. ഓൾറെഡി തക്കാളി ഇട്ടുകൊണ്ട് ഒരു പുളി ഉണ്ടാവും. ബാക്കി നിങ്ങളെ അളവിന് വേണം തൈര് ചേർക്കാൻ. ഇനി തൈര് ചേർത്തിട്ട് നമ്മളിത് ഒന്നും കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കും. നല്ല പേസ്റ്റ് പോലെ അരയണം. അപ്പോൾ കുക്കറിൽ വിസിലൊക്കെ വന്ന് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യാണ്. ക്യാരറ്റും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചത് ചേർക്കണം. പക്ഷേ ദ ടിപ്പ് ഓഫ് ദിസ് കറി എന്ന് പറഞ്ഞാൽ ഈ വേവിച്ച് വെച്ച ക്യാരറ്റും തക്കാളി ഉടയ്ക്കുന്നതിലാണ്. ഇത് മാക്സിമം എത്രത്തോളം നമുക്ക് ഉടയ്ക്കാൻ പറ്റും അത്രത്തോളം ഈ കറിക്ക് ടേസ്റ്റ് കൂടുന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം നല്ലോണം ഇത് കുത്തി നമ്മളെ ഇത് വെച്ചിട്ട് ഉടച്ചെടുക്കണം. ഈ കറിക്ക് കുറച്ച് മധുരം ഉണ്ടാവും. കാരണം ക്യാരറ്റും തക്കാളിയാണല്ലോ, അവിടെ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റുള്ള കറിയാണ് ഉണ്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഉടച്ചിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉടയ്ക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. നമ്മളിവിടെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ഇടാറുണ്ട്. കുറച്ച് എരിവ് വേണ്ടേ, കാരണം ഇതിലിപ്പോൾ പച്ചമുളക് ഇടാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു എരിവ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ഇതിലേക്ക് ചേർക്കണം. അപ്പം നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ തൈര് ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. പക്ഷെ തൈരിന് പുളി കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മോരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം പുളിക്കനുസരിച്ച്. ഈ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ മോരും കൂടെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കും. നമ്മളിവിടെ ഒഴിച്ചുണ്ടാക്കുന്ന മോരാണ്, അതുകൊണ്ട് നല്ല പുളിയാണ്. അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ പരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ കറി ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി. പിന്നെ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപ്പ് എത്രയാണോ വേണ്ടത് അത്
അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഒന്നൊരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഇതൊന്ന് ഇരുന്ന് തണുക്കണം, എന്നിട്ടാണ് പിന്നെ ആ കറീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ ഈ ഒരു കറി കേൾക്കാത്തവരും കാണാത്തവരും ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്യാരറ്റും തക്കാളിയും കുറച്ച് തേങ്ങയും ജീരകവും മോരും മാത്രം മതി. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാ വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യാമല്ലോ. എല്ലാ ഒരേ കറിയല്ലേ. ഈ ഒരു കറീൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്, അതായത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടും ഏറ്റവും ആ കറിക്ക് ഒരു ടേസ്റ്റ് കൊടുക്കുന്ന പാർട്ടും ഇതിൻ്റെ വറവാണ്. അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ, വറ്റൽമുളക്, കടുക്, പിന്നെ കറിവേപ്പില, ഇത് 4 കൂടെ ഇട്ടിട്ട് നല്ല ഒരു വറവായിട്ട് നമ്മൾ ആ കറിയിലേക്ക് തട്ടി കൊടുക്കണം. അതാണ് ഈ കറീൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള പാർട്ട്. അപ്പോൾ ഇതാരും മിസ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ കറിയിലേക്ക് ഒഴിച്ച് കറി റെഡി ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ഇനി നമ്മളത് മിക്സ് ചെയ്ത് ഇനി അങ്ങ് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഉച്ചയ്ക്ക് ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി അങ്ങ് കൂട്ടി നോക്കുക. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്യാത്തവരും കേൾക്കാത്തവരും കാണാത്തവരും എല്ലാം ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് സ്കൂളിലേക്കും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്കും പിള്ളേർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. കാരണം നല്ല ടേസ്റ്റുള്ള കറിയാണ്. കുറച്ച് മധുരം ഉണ്ടാവുന്നതിനും കുഴപ്പമില്ല. പോരാത്തതിന് ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു ഫുഡ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.